ഹായ്, ഐ എം നിഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബട്ടൺ ഹോൾ ഓപ്പണർ വെച്ച് തുണിക്ക് കേടുപാടൊന്നും കൂടാതെ എങ്ങനെ സ്റ്റിച്ചിങ് അഴിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഹോൾ ഓപ്പണർ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഓപ്പൺ ആക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചിങ് അഴിക്കാൻ വേണ്ടി തുണിക്ക് കേടുപാട് കൂടാതെ അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ബട്ടൺ ഹോൾ ഓപ്പണർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗവും നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു സൂചി പോലെ വളഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, കുറച്ച് മൊനയായിട്ടിരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു മുത്ത് മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഭാഗമുണ്ട്. അത് കുറച്ച് ചെറിയ ഭാഗമാണ്, അധികം പൊക്കില്ലാത്ത ഭാഗമാണ്. നടുക്ക് ഒരു ബ്ലേഡ് പോലുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ബട്ടൺ ഹോൾ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തുണിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാൻറ്റിൻ്റെ അടിഭാഗം അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അഴിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ കെട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ആദ്യം ഒന്ന് അഴിച്ചു കൊടുക്കുക. അത് അഴിച്ചു കൊടുക്കാൻ വേണ്ടി ആ നീണ്ടു നിന്ന് മൊന പോലെ നിൽക്കുന്ന ഭാഗം വെച്ച് ഈ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കടത്തി വിടുക. കടത്തി വിടുമ്പോൾ നമ്മൾ ആ നടുക്കത്തെ ബ്ലേഡിൽ കൊണ്ട് ആ നൂല് കട്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പണായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ മുത്ത് പോലെ കവർ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് കടത്തി വിടുക. അത് ഉൾവശത്താക്കി പിടിച്ച് പതുക്കെ ഒന്ന് മൂവ് ചെയ്യുക. ഞാൻ ചുറ്റും അഴിച്ചെടുത്തു. ഇനി നമുക്ക് നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് തന്നെ അഴിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.